ഇപ്പം പാലം ഇട്ടിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതാണ്. നടക്കാൻ പോലും പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവിടെ രണ്ട് സൈഡും ബാരിക്കേഡ് വെച്ച് കാവൽക്കാരെ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണാത്ത ഒരുപാട് അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷേ ഈ പാലം ഒരു ആത്മഹത്യ മുനമ്പ് പോലെ നിൽക്കുന്നത് കാണുമ്പോഴാണ് ഏറ്റവും അധികം വിഷമമുള്ളത്. നമസ്കാരം. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ? ഞങ്ങൾ കൊല്ലത്തുകാരൊരു പാല വിട്ടു, അത് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. ഓലയിൽക്കടവ് പാലത്തിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും അധികം കോടികൾ നിർമ്മാണ ചിലവിലുള്ള ഒരു പാലമാണിത്. അപ്പോൾ ഈ പാലത്തിൻ്റെ അങ്ങേ അറ്റത്താണ് നിൽക്കുന്നത്. ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്, അങ്ങോട്ട് ഇനി പോകാൻ പറ്റത്തില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു പാലമാണ്. അഷ്ടമുടിക്കായലിലൂടെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷേ ഈ പാലത്തിലൂടെ ഞങ്ങൾ പാസ് ചെയ്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നടക്കാൻ മാത്രമേ ഇപ്പോൾ പറ്റൂ, ഇവിടെ കൂടെ വാഹനങ്ങളൊന്നും തന്നെ പോയിട്ടില്ല പാസ് ചെയ്ത്. ഈ പാലത്തിലൂടെ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ഞങ്ങൾ ശരിക്കും ഈ പാലം ആസ്വദിക്കുകയാണ്. പക്ഷേ ഇതൊരു ആത്മഹത്യാ മുനമ്പ് പോലെ തന്നെയാണ്. കാരണം ഈ പാലത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കോടികളാണ് ഈ ഒരു പാലത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ എത്താത്തതിൻ്റെ സങ്കടം ഈ കൊല്ലത്തുകാർക്കുണ്ട്. കാരണം ഈ പാലം ഇപ്പോഴും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഈ പാലം ഇനി എങ്ങോട്ട് കൊണ്ടുപോകണം, എവിടെ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കണം എന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പാലം ഞങ്ങൾ പറയുന്നു വീണ്ടും, അങ്ങോട്ട് മാത്രമേ ഈ പാലം ഇട്ടിട്ടുള്ളൂ, ഇങ്ങോട്ട് പാലം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. ശരിക്കും എന്താണ് ഈ പാലത്തിൻ്റെ അശാസ്ത്രീയത, അല്ലെങ്കിൽ എന്താണ് ഈ പാലം മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. പക്ഷേ ഈ പാലത്തിനെ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്ന ചില പിള്ളേരാണ്. അവർ സ്കൂൾ വിട്ടും കോളേജ് വിട്ടൊക്കെ അവരുടെ സമയങ്ങൾ ചിലവഴിക്കാനായി ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കാറുണ്ട്. ശരിക്കും ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ പൊള്ളുന്ന വെയിലാണ്. ഈ റോഡൊക്കെ നല്ല രീതിയിലുള്ള നല്ല ശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് റോഡിൻ്റെത്, പറയാതെ വയ്യ. പക്ഷേ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ മാത്രം എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനായിട്ട് സൂരജ് രവി സാറാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ഈ പാല നിർമ്മാണം ഇവിടെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നതെന്ന്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് KPCC സെക്രട്ടറി ആയിട്ടുള്ള സൂരജ് രവി സാറാണ്. സർ, ശരിക്കും നമ്മുടെ ഈ പാലം നിർമ്മാണം ശരിക്കും പാതി വഴിയിലായിരിക്കണം. നമുക്കറിയാം, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇതിപ്പോൾ അങ്ങോട്ട് മാത്രമല്ലേ ഉള്ളൂ. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം പാലം ഇട്ടിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടം വരെ പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ പോലും അത് ഗതാഗതത്തിന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി നമ്മൾ പറയുന്ന നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും ഓലേക്കടവ് വരെയുള്ള പാലം. അത് ആ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വർഷങ്ങളായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാതെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പൂർത്തീകരിച്ച ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തോപ്പിൽക്കടവ് വരെ എന്നുള്ളതാണ്. ആദ്യം തൊട്ടേ ഈ പ്രോജക്റ്റിൻ്റെ ഒരു അവസാന ഘട്ടം വന്ന് നിൽക്കുന്നത് തോപ്പിൽക്കടവ് വരെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം തോപ്പിൽക്കടവ് വരെ ഓലേക്കടവിൽ നിന്നും ഈ പാലം എങ്ങനെ നീട്ടാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ആർക്കും ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും കൺഫ്യൂഷനിലിരിക്കുകയാണെന്നാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ ബാക്കി പണി നടക്കുന്നില്ല? ബാക്കി പണി നടന്നാൽ തന്നെയും തേവള്ളി പാലം കടന്ന് വേണം തോപ്പിൽക്കടവിലേക്ക് എത്താൻ. അപ്പോൾ അത് പാലത്തിൻ്റെ മുകളിലൂടെ ഇപ്പം തന്നെ കായലിൻ്റെ മുഴുവൻ ഭംഗിയും അല്ലെങ്കിൽ കായലിൻ്റെ നശിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ആത്മഹത്യാ മുനമ്പ് പോലെ പാലം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വള്ളംകളിയുടെ സമയത്തായാലും ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന വള്ളംകളിയുടെ സമയത്തായാലും
അതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം എന്ന് നിരന്തരമായി വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട യോഗങ്ങളിൽ പോലും ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും എന്തോ ആരുടെയോ ഭാഗത്തു നിന്നുള്ള ഒരു വാശി കൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൊല്ലം MLA ആണോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആണോ എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ചിത്രമില്ല. ഏതായാലും ശരി തന്നെ ഇനി വെച്ച് താമസിപ്പിക്കാതെ ഇപ്പം പിന്നെ ലിങ്ക് റോഡിൻ്റെ നവീനമായ രീതികളിലൂടെയുള്ള ലിങ്ക് റോഡിൻ്റെ പണികൾ അവിടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലിങ്ക് റോഡ് ഏതാനും ദിവസങ്ങൾക്കകം ആ പണി പൂർത്തിയാക്കി തുറക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള കണ്ടിന്യൂഷനായിട്ട് ഓലേക്കടവ് വരെയുള്ള ഗതാഗതമെങ്കിലും നടക്കുന്ന രീതിയിൽ പാലം തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. ശരിക്കും നടക്കാൻ മാത്രമായിട്ടുള്ളൊരു പാതയായിട്ട് മാറിയിരുന്നില്ലേ? അല്ല, നടക്കാൻ മാത്രമല്ല, അവിടുന്ന് നമുക്ക് ഗതാഗത പിന്നെ ഓലേക്കടവ് വരെ വരാം, അല്ലെങ്കിൽ ഓലേക്കടവിൽ നിന്നും തിരിച്ച് പിന്നെ താലൂക്ക് കച്ചേരിമുക്കിലേക്കോ ലിങ്ക് റോഡിലോട്ടോ ബസ് സ്റ്റാൻഡിലോട്ടോ നിലവിൽ ഈ പാലം നടക്കാൻ പോലും പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവിടെ രണ്ട് സൈഡും ബാരിക്കേഡ് വെച്ച് പിന്നെ കാവൽക്കാരെ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ഒരിക്കൽ ഞങ്ങൾ പാർട്ടി ബാരിക്കേഡുകളൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോൾ കാണാൻ സാധിച്ചത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന പാലവും അവിടെ മുഴുവൻ ഈ തെരുവ് കുട്ടികളുടെ ഒരു ഹബ്ബായിട്ട് ആ പാലം മാറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒറ്റയ്ക്ക് അതിലേക്കൂടെ നടക്കാനോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സവാരിക്ക് പോകാൻ പറ്റുന്ന സ്ഥിതിയും ഇപ്പോൾ പാലത്തിൽ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇനി വലിയ രീതിയിലുള്ള എന്താ പറയുക, ആ പാലം തുറന്ന് കിട്ടണം എന്നുള്ളൊരു ആവശ്യവുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട്. അതെ, തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു കൊല്ലം നഗരത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു ആവശ്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ തീർച്ചയായിട്ടും പലപ്പോഴും ഇതിപ്പോൾ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ഓലേക്കടവ് തൊട്ട് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരെ, ബോട്ട് ചെട്ടിയുടെ അവിടെ വരെയോ അല്ലെങ്കിൽ തിരിച്ചോ എങ്കിലും കുറേ വാഹനങ്ങൾക്കെങ്കിലും കടന്നു പോകാം. ഇപ്പോൾ അഞ്ചാലുമൂട് സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് രാമവർമ്മ ക്ലബിൻ്റെ മുമ്പിൽ വന്ന് പോകാം. അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ താലൂക്ക് കച്ചേരിമുക്കിൽ നിന്നും അഞ്ചാലുമൂടൊക്കെ പോകേണ്ടവർ പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ വഴി പോകേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പിന്നെ ഒരു സെക്ടറിന് എങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. കൊല്ലത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന നല്ല ഒരു പാലമാണ് ശരിക്കും പറഞ്ഞ ഓലേൽക്കടവ് പാലം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണാത്ത ഒരുപാട് അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷേ ഈ പാലം ഒരു ആത്മഹത്യ മുനമ്പ് പോലെ നിൽക്കുന്നത് കാണുമ്പോഴാണ് ഏറ്റവും അധികം വിഷമമുള്ളത്. ഏതായാലും ഈ പാലം പണി ഉടനെ തന്നെ പൂർത്തിയാകട്ടെ. ഇതിലെ അശാസ്ത്രീയതകൾ ഒക്കെ തന്നെ കണ്ടെത്തി, ഇതിൻ്റെ പരിഹാരങ്ങളൊക്കെ തന്നെ കണ്ടെത്തി, ഇതിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ തന്നെ പൂർത്തിയാക്കി ഈ പാലം എന്നേക്കുമായി തുറന്നു കൊടുക്കാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ വിപിൻ ബേണുവിനൊപ്പം ബിലു അരിസൻ, വിസ്മയ ന്യൂസ്.